Assalamu alaikum wa rahmatullah. Very good afternoon to all. നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പോൺസി സ്കീമുകൾ അല്ലെങ്കിൽ സ്കാംസ്, ഇതിനെ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ വളരെ സീനിയറായിട്ടുള്ളൊരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ, കേരളത്തിലെ പോലീസിൻ്റെ പരമോന്നത സ്ഥാനത്തിരുന്ന ആൾ തന്നെ നമ്മളോട് പറഞ്ഞു, റിക്കവറി റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സ്കാമുകളിൽ, പോൺസി സ്കീമുകളിൽ പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് വർഷം ഡ്രാഗ് ചെയ്യുന്ന ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഒരിക്കലും അതും പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടാറില്ല. ഭാഗികമായി അതിന് വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രമേ തിരിച്ചു കിട്ടാറൂ. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് അവയർനെസ് മാത്രമാണ്. പോൺസി സ്കീമുകളെ തിരിച്ചറിയാൻ കൃത്യമായ ഫ്ലാഗ്സ് ഉണ്ട്, കൃത്യമായ സൈൻസ് ഉണ്ട്, കൃത്യമായ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് പോൺസി സ്കീമുകളെ സാമൂഹികമായി പരാജയപ്പെടുത്താനുള്ള ഫലവത്തായ ഏക മാർഗം എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്ത ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റിസർച്ച് പറയുന്നത് പോൺസി സ്കീമുകളിൽ ആളുകൾ ഉൾപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിക്കലായിട്ടുള്ള കാരണം, ആളുകൾക്കൊരു ധാരണയുണ്ട്, അത് ഗ്രീഡ്, അമിതമായ ലാഭത്തിനുള്ള ഇച്ഛ, ഇതാണ് എന്നതാണ് പൊതുവായ ധാരണ. എന്നാൽ ഇതിൽ റിസർച്ച് പറയുന്നത് ഗ്രീഡല്ല, മറിച്ച് ട്രസ്റ്റാണ്. ആളുകൾ ട്രസ്റ്റാണ് ആളുകൾ ഇതിലേക്ക് വീഴാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ആളുകൾ മറ്റുള്ള ആളുകളെ ട്രസ്റ്റ് ചെയ്യുന്നു. അതിന് പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ ട്രസ്റ്റ് എന്നുള്ളതാണ് ദ സിംഗിൾ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ഫോർ പീപ്പിൾ ടു ജോയിൻ പോൺസി സ്കീംസ്. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് എക്സാക്ട്ലി പോൺസി സ്കീംസ്, അണ്ടർസ്റ്റാൻഡിങ് പോൺസി സ്കീംസ്, സ്പോട്ടിംഗ് ദി വാർണിംഗ് സൈൻസ്. എങ്ങനെയാണ് ഒരു പോൺസി സ്കീമിൽ വാർണിംഗ് സൈൻസ് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്, റെഗുലേറ്ററി സർവേലൻസ് എന്നുള്ള കാര്യം ഇപ്പോൾ ഓൾറെഡി ഇവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ആ പാർട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യും. ദെൻ പ്രൊട്ടക്റ്റിംഗ് യുവർ സെൽഫ്, നിങ്ങൾക്ക് എങ്ങനെ സ്വയം സംരക്ഷിതരാകാം. ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എന്താണ് എക്സാക്ട്ലി ഒരു പോൺസി സ്കീം, എങ്ങനെയാണ് നമ്മൾ പോൺസി സ്കീമിനെ ഡിഫൈൻ ചെയ്യുന്നത്? പോൺസി സ്കീം ഈസ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. പോൺസി ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ്. പോൺസി എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എ പോൺസി സ്കീം ഈസ് എ മണി റൊട്ടേഷൻ ഫണ്ട്. പോൺസി സ്കീം എന്ന് പറയുന്നത് ഒരു മണി റൊട്ടേഷൻ ഫണ്ടാണ്, നോട്ട് എ ലെജിറ്റിമേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. എന്താണ് പോൺസി സ്കീമിൻ്റെ മെക്കാനിസം? മണി ഫ്രം ന്യൂ ഇൻവെസ്റ്റേഴ്സ് പേസ് ഓൾഡ് ഇൻവെസ്റ്റേഴ്സ്, ക്രിയേറ്റിംഗ് ദ ഇല്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. പുതുതായി വരുന്ന ആളുകളുടെ പൈസ ആദ്യം ചേർന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ട് ലാഭത്തിൻ്റെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പോൺസി സ്കീമുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട മെക്കാനിസം എന്ന് പറയുന്നത്. മൂന്നാമത്തെ അതിൻ്റെ ട്രേറ്റ് എന്ന് പറയുന്നത് ദർ ഈസ് നോ റിയൽ ബിസിനസ്.
ആക്ച്വലി എന്താണ് പ്രോഫിറ്റ് ജനറേറ്റിംഗ് ആക്ടിവിറ്റി, ഇക്കണോമിക് ആക്ടിവിറ്റി എന്താണ് എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് യഥാർത്ഥത്തിലൊരു ഇക്കണോമിക് ആക്ടിവിറ്റി അവിടെ ഉണ്ടാവില്ല. ഇന്നവിറ്റബിൾ കൊളാപ്സ്, സൂണർ ഓർ ലേറ്റർ, ഇന്നല്ലെങ്കിൽ നാളെ പോൺസി സ്കീംസ് എല്ലാം തന്നെ കൊളാപ്സ് ചെയ്യും. അതിന് ഒരു ബിസിനസ് പോലെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഡ്യൂറേഷനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ കൊളാപ്സിങ് പീരീഡ് അത് ഡിസൈൻ ചെയ്ത ആളുകൾക്ക് തന്നെ ഏകദേശം ധാരണ ഉണ്ടാകും എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗോൾഡൻ റൂൾ, നമ്മൾ ഈ ഒറ്റ റൂള് മനസ്സിൽ വെച്ചാൽ ഒരു വ്യക്തി ഈ ഒരു റൂള് മാത്രം പഠിച്ചാൽ തന്നെ അയാൾക്ക് പോൺസി സ്കീമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ആ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് യുവർ റിട്ടേൺസ് ഡിപ്പെൻഡ് ഓൺ അതർ പീപ്പിൾ ജോയിനിങ്, ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളുടെ ലാഭം അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം എന്നുള്ളത് മറ്റുള്ള ആളുകൾ ജോയിൻ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എങ്കിൽ അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ അല്ല. ആ ഒരൊറ്റ അടയാളം കണ്ടാൽ തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ നിന്ന് നമ്മൾ മാറണം എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് റൂൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സംഗതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസം എന്താണ്, അത് ഈ രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും, അതിൽ ഇന്ന വേരിയേഷനുകൾ ഉണ്ടാകും. ഈ രീതിയിൽ അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പറയണം നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇത്ര ആളുകളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ഒരു വാചകമുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതൊരു മണി റൊട്ടേഷൻ ഫണ്ടാണ്, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റേ അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ഒരൊറ്റ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ തന്നെ ആളുകൾ പല പോൺസി സ്കീമുകളിൽ നിന്ന് രക്ഷപ്പെടും. എന്തുകൊണ്ടാണ് അപ്പോൾ നേരത്തെ സൽമാൻ സാറ് പറഞ്ഞു, അതേപോലെ തന്നെ അതിന് മുന്നേ ഋഷി സിംഗ് സാറ് പറഞ്ഞു, കൂടുതൽ ഡോക്ടേഴ്സ് അതേപോലെ തന്നെ ലോയേഴ്സ് ഇവരടക്കം പോൺസി സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അതിലൊന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല മെക്കാനിസം എന്ന് പറയുന്നത് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ഉപയോഗിക്കുക, ആളുകൾക്ക് പരിചിതമായ മുഖങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെക്കാനിസം. അതിന് യൂസ് ചെയ്യുക ആരിനെയാണ്? കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ യൂസ് ചെയ്യും, റിലേറ്റീവ്സിനെ യൂസ് ചെയ്യും. റിലേറ്റീവ്സിനെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കും, ഞാനിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മൂത്തമ്മ, മൂത്താപ്പ, എളാപ്പ, കസിൻസ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണത് വർക്ക് ചെയ്യുക. അവനെ എങ്ങനെ അവിശ്വസിക്കും? അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിനെ എങ്ങനെ അവിശ്വസിക്കും? ഞാൻ അങ്ങനെ അവിശ്വസിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തു തോന്നും? ഇതാണ് ട്രസ്റ്റിൻ്റെ ട്രാപ്പ് എന്ന് പറയുന്നത്. ഈ ട്രസ്റ്റിൻ്റെ ട്രാപ്പിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത് തട്ടിക്കളയണ്ട എന്ന നിലക്ക് കുറച്ച് പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ഗ്രീഡ് ഉണ്ടോ? ഗ്രീഡില്ല. എന്നാൽ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ട് എന്നറിയുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൽ എനിക്കുള്ള വിശ്വാസം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, അദ്ദേഹത്തിന് എന്നോടൊരു നീരസം തോന്നാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കുറച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് വലിയൊരു സ്കാമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ പോൺസി സ്കീമുകളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യേണ്ട ഒരു സംഗതി, റിലീജിയസ് ആയിട്ടുള്ള ടേംസ് ഉപയോഗിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് ഇസ്ലാമികമായ ടേംസ്. കാരണം എന്താണ്? സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കണിശമായ നിയമങ്ങളുള്ള മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. നിങ്ങൾക്ക് എങ്ങനെയും പരിശോധിക്കാം. എല്ലാ മത അധ്യാപനങ്ങളും നിങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ചാൽ വളരെ കണിശമായതും വളരെ ഡെപ്തുള്ളതും വിടുത്തുള്ളതുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അധ്യാപനങ്ങളും നിയമങ്ങളുള്ള മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. മുസ്ലിങ്ങൾ അത് വളരെയധികം ഫോളോ ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഹലാൽ എന്ന് പറയുകയോ ട്രസ്റ്റ് ബേസ്ഡ് എന്ന് പറയുകയോ വാല്യൂ അലൈൻഡ് എന്ന് പറയുകയോ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ സൂക്ഷ്മത ആ കാര്യത്തിൽ പുലർത്തുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണത് എത്തിക്കലാകുന്നത്, എങ്ങനെയാണത് ട്രസ്റ്റ് ബേസ്ഡ് ആകുന്നത്? ഒരാൾ റിട്ടേൺസിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു, ഈ രൂപത്തിലൊക്കെ റിട്ടേൺസ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഡാറ്റ മാത്രമേ ചെക്ക് ചെയ്യാനുള്ളൂ. എന്നാൽ നിങ്ങളോട് പറയുകയാണ് ഇത് ഈ ദീനിയായിട്ടും ശരിയാണ്, ഇസ്ലാമികമായിട്ടും ശരിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ മതവിശ്വാസങ്ങൾക്ക് അനുസരിച്ചുള്ളതാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡബിൾ സസ്പീഷ്യസ് ആകണം എന്നുള്ളതാണ് അതിൻ്റെ സംഗതി. അങ്ങനെ ഡബിൾ സസ്പീഷ്യസ് ആയി നിങ്ങളുടെ ഡ്യൂ ഡിലിജൻസ് നിങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് എല്ലാത്തിലും അത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്
അത് നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസിനെ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ മുതലെടുത്തുകൊണ്ട് ഒരു സ്കാമിലേക്ക് നിങ്ങളെ വലിച്ചിഴക്കാനുള്ള ഒരു ട്രാപ്പ് ആകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളത്. പിന്നെ മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് ടെക്നിക്കൽ ജാർഗണാണ്. ടെക്നിക്കൽ ജാർഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വാറൻ ബഫെ, ലോക പ്രശസ്തനായിട്ടുള്ള ഇൻവെസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഇഫ് എ പേഴ്സൺ who is asking for an investment cannot explain to you in a simple language how money is made, don't invest. അദ്ദേഹം പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫറ്റ് പറയുന്നത്, നിങ്ങളോട് ഇൻവെസ്റ്റ്മെൻറ്റ് സോളിസിറ്റ് ചെയ്യുന്ന വ്യക്തി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് പണം ഉണ്ടാക്കുന്നത് എന്നത് വളരെ ലളിതമായ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെക്നിക്കൽ ജാർഗൺ വരുമ്പോൾ, ഉദാഹരണത്തിന് AI ട്രേഡിംഗ്, ക്രിപ്റ്റോ ആർബിട്രാജ്, ബ്ലോക്ക് ചെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻസൈഡർ സ്ട്രാറ്റജി തുടങ്ങിയിട്ടുള്ള പദങ്ങൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോസിലോ മറ്റോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് 95% ഉറപ്പിക്കാം അതൊരു പോൺസി സ്കീമാണ് എന്നുള്ളത്. പിന്നെ ഇമോഷണൽ പ്രഷർ എന്നുള്ളതാണ് ഇത്തരം ഒരു സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിമിറ്റഡ് സ്ലോട്ട്സ്, പരിമിതമായ സമയത്തേക്ക് മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി, ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന അവസരം. ഡോണ്ട് മിസ് ദിസ്. ഇങ്ങനെയുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 100% എന്തുറപ്പിക്കാം, അത് പോൺസി സ്കീമാണ്. കാരണം എന്താണ്? കാരണം ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ഒരു ടൈം പ്രഷർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. എപ്പോഴാണോ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള അവസരമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരും കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യും. അവർക്കും നിങ്ങൾക്കും പറ്റിയ ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക. ഇങ്ങനെയുള്ള പ്രഷർ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി ആളുകളിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സ്കീമാണ് ഈ ഫ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി പരിമിതമായ സമയമുള്ളത് കൊണ്ട് ഇനി ഒരു 2 സെഷനുകൾ കൂടി നമ്മളുടെ ലഞ്ചിന് മുന്നേ നടക്കേണ്ടതുണ്ട്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരികയാണ്, അതിനുശേഷം വൈൻഡപ്പ് ചെയ്യും. 12 സയൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 12 ഏർലി വാർണിംഗ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പോൺസി സ്കീമിൽ അകപ്പെട്ട് പൈസ നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാൻ പറ്റാതാകുന്നതിന് മുന്നേ കറക്റ്റ് ചെയ്യാനുള്ള 12 ഏർലി വാർണിംഗ് സയൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഏതൊരാൾക്കും പോൺസി സ്കീമുകളെ വളരെ വ്യക്തമായി മനസ്സിലാക്കാനും അതിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കും. അതിൽ ആദ്യത്തെ കാറ്റഗറി, ഈ 12 സയൻസ് എന്ന് പറയുന്നത് 3 കാറ്റഗറികളിലായിട്ട് നമുക്ക് തരംതിരിക്കാം. ആദ്യത്തേത് ഫിനാൻഷ്യൽ റെഡ് ഫ്ലാഗ്സ് ആണ്. ഫിനാൻഷ്യൽ റെഡ് ഫ്ലാഗ്സ് ആദ്യത്തെ 5 എണ്ണം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ റെഡ് ഫ്ലാഗ്സ് ആണ്. ഒന്ന് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുള്ള വരുമാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു റെഡ് ഫ്ലാഗ് ആണ്, ഒരു അടയാളമാണ് ഇതൊരു പോൺസി സ്കീം ആയേക്കാം എന്നുള്ളതിൻ്റെ. കാരണം എന്താണ്? ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ റിട്ടേൺസ് ഗ്യാരണ്ടി ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല. അത് എത്ര നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ. കാരണം നമ്മളുടെ കൺട്രോളിലല്ലാത്ത മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് ധാരാളമുണ്ട്. ആ മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഗ്യാരണ്ടീഡ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് ആണ്, ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി, കിട്ടുന്ന നിങ്ങൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത മറ്റേ ആളുകൾ പറയുന്നത് കൃത്യമായിട്ട് പേ ഔട്ടുകൾ വരുന്നു, ഒരു നേരിയ വ്യത്യാസം പോലും ഇല്ലാതെ, കുറവ് പോലും ഇല്ലാതെ എല്ലാ മാസവും കൃത്യമായിട്ട് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ റെഡ് ഫ്ലാഗ് ആണ്. അത് കൊളാപ്സ് ചെയ്യാൻ പോകുന്ന, ഇപ്പോൾ ആളുകളെ മസ്റ്റർ ചെയ്ത് പോൺസി സ്കീമിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിച്ച് ആ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പോൺസി സ്കീമാണ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ അടയാളമാണ് സ്മൂത്ത് ആയിട്ടുള്ള റിട്ടേൺസ്. ജെന്യുവൻ ആയിട്ടുള്ള ബിസിനസ്സുകളിൽ ലാഭത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് അംഗീകരിക്കുകയും വേണം, മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ജെന്യുവൻ ആയിട്ടുള്ള ബിസിനസ്സിൽ ലാഭത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നുള്ളതുപോലത്തെ നഷ്ടവും സംഭവിക്കും. അത് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്ഥിതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെ തയ്യാറാകുന്നത്.
അപ്പോൾ വളരെ സ്മൂത്താണ് നിങ്ങളുടെ റിട്ടേൺസ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന റിട്ടേൺസ് വളരെ സ്മൂത്ത് ആണെങ്കിൽ ഇതൊരു പോൺസി സ്കീം ആകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. മൂന്നാമത്തെ സംഗതി വളരെ ഹൈ ആയിട്ടുള്ള റിട്ടേൺ. നേരത്തെ ഋഷിരാജ് സിംഗ് പറഞ്ഞു, അമീറിൻ്റെ സംസാരത്തിൽ പറഞ്ഞു 5 മുതൽ 13% വരെ എന്നുള്ളതാണ് റീസണബിൾ ഇക്കണോമിക് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അതിന് മുകളിലെ റിട്ടേൺ എന്ന് പറയുന്നത് 2-3 കേസുകളിലേ സംഭവിക്കുള്ളൂ. ഒന്നൊരു സൺറൈസ് ഇൻഡസ്ട്രി ആയിരിക്കുക, ഇപ്പോൾ പുതുതായിട്ട് ഉയർന്നു വരുന്ന ഇൻഡസ്ട്രി, അതിൽ ലാഭത്തിൻ്റെ മാർജിൻ വളരെ കൂടുതലായിരിക്കും, കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിഗതമായിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള ടാലൻറ്റ് കൊണ്ട് വളരെ ഹൈ റിട്ടേൺസ് കിട്ടാം. അല്ലാത്തതിലൊന്നും തന്നെ കോമ്പറ്റീഷനുള്ള മറ്റ് പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു മാർക്കറ്റിൽ അറ്റാദായം എന്ന് പറയുന്നത്, ഒരു ബിസിനസ്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇനി ഏറിപ്പോയാൽ 20% മുകളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ റെയറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹൈ റേറ്റ് ഓഫ് റിട്ടേൺസ് വന്നാൽ തന്നെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു, ഇത് എങ്ങനെയാണ് നടക്കുന്നത്? അതിന് പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ല എങ്കിൽ അത് മറ്റൊരു സൈനാണ്. എന്ത്? ഒരു പോൺസി സ്കീമിൻ്റെ മറ്റൊരു സൈനാണ്. ഇമ്മീഡിയറ്റ് പേ ഔട്ട്സ്. നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തു, അടുത്ത 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങി. ഇന്ന് ജോയിൻ ചെയ്തു, അടുത്ത 1-ാം തീയതി മുതൽ നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങി. ഇതും ഒരു പോൺസി സ്കീമിൻ്റെ മറ്റൊരു അടയാളമാണ്. കാരണം ഏത് ബിസിനസ്സിലുള്ള കാര്യമാണ് ഗസ്റ്റേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. ഗസ്റ്റേഷൻ എന്ന പദത്തിൻ്റെ ലിറ്റററി മീനിങ് എന്ന് പറയുന്നത് ഗർഭകാലം എന്നാണ്. അപ്പോൾ ഒരു സംഗതി തുടങ്ങി, അതൊന്ന് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി, അതിൽ നിന്ന് പോസിറ്റീവ് റിട്ടേൺസ് വരാനുള്ള ബ്രേക്ക് ഈവൻ പീരിയഡ് എന്ന് പറയുന്നത് ഏത് ബിസിനസ് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സംഗതിയാണ്. ആ ബ്രേക്ക് ഈവൻ പീരിയഡ് ഒന്നുമില്ലാതെ നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്നിപ്പോൾ 17-ാം തീയതി ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു, ഫെബ്രുവരി 1 മുതൽ എല്ലാ 1-ാം തീയതിയും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത മറ്റാളുകൾക്ക് ഇത്രയും ഷോർട്ട് പീരിയഡിൽ റിട്ടേൺ കിട്ടുന്നുണ്ട് എങ്കിൽ അത് മറ്റൊരു അടയാളമാണ് ഇതൊരു പോൺസി സ്കീം ആയേക്കാം എന്നുള്ളതിൻ്റെ. അതുപോലെ തന്നെ റീ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രഷർ. നിങ്ങൾ ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ലാഭം കാണിച്ചു തന്നു, എന്നിട്ട് വീണ്ടും അവരെ ഭാഗത്ത് നിന്ന് വിളി വരികയാണ്, നിങ്ങൾ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, കൂടുതൽ ഇന്ന ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് അധികം കിട്ടും എന്നുള്ളൊരു കോള് അവരുടെ ഭാഗത്ത് നിന്ന് വരികയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രഷർ അവർ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് കൂടുതൽ തുക സമാഹരിക്കാനുള്ള പ്രഷർ, ട്രിക്സ്, ടാക്ടിക്സ് അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതും ഒരു പോൺസി സ്കീമിൻ്റെ ഒരു ലക്ഷണമാണ് എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് 4 സ്ട്രക്ചറൽ റെഡ് ഫ്ലാഗ്സ് ആണ്. നേരത്തെ പറഞ്ഞത് ഫിനാൻഷ്യൽ മെട്രിക്സ് നോക്കിക്കൊണ്ട് നമുക്ക് കണ്ടെത്താവുന്ന സംഗതികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ പരിശോധിച്ചാൽ 4 സംഗതികളുണ്ടെങ്കിൽ അത് പോൺസി സ്കീമിൻ്റെ അടയാളങ്ങളാണ് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റർ ഇല്ലാതിരിക്കുക. ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനമുണ്ട്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനങ്ങൾക്കും ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് എന്നുള്ളത് നിയമപരമായിട്ട് നിർബന്ധമാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റർ ഇല്ല, അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള ഓഡിറ്റർ എന്ന് പറയുന്നത് തീരെ അറിയപ്പെടാത്തൊരു ഓഡിറ്ററാണ്, അല്ലെങ്കിൽ ആ ഓഡിറ്ററുടെ ക്രെഡൻഷ്യൽസ് ചെക്ക് ചെയ്തപ്പോൾ പ്രോപ്പർ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ഓഡിറ്ററാണ് എങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം, അത് ഒരു പോൺസി സ്കീമാണ് എന്നുള്ളതിൻ്റെ വലിയ ഒരു സൂചനയാണ്. വേഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ലളിതമായ ഭാഷയിൽ ഇതാണ് ബിസിനസ്, അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇത്രയാണ്, ഈ പ്രൊഡക്റ്റിൽ ഇത്ര മാർജിൻ ഉണ്ട്, ജനറലി ഇത്ര എക്സ്പെൻസുകളാണ് നമുക്ക് വരിക, ആവറേജ് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഓപ്പറേഷൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ അത് വലിയൊരു റെഡ് ഫ്ലാഗാണ്. കോൺസെൻട്രേറ്റഡ് കൺട്രോൾ, കമ്പനിയുടെ കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൻ്റെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലോ 2 വ്യക്തികളിലോ കുറഞ്ഞ ആളുകളിലോ നിക്ഷിപ്തമാണോ എന്നുള്ളത് പരിശോധിക്കാം. പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡ് ഉണ്ടോ, ഇൻവെസ്റ്റ്മെൻറ്റ് അസസ്മെൻറ്റ് ബോർഡ് ഉണ്ടോ, ഇൻവെസ്റ്റ്മെൻറ്റുകളെ അസസ് ചെയ്യുന്ന, അത് ഡിസ്കസ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളുടെ ബോർഡ് ഈ സ്ഥാപനത്തിനുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോൾ 2 3 അല്ലെങ്കിൽ ഒരാളിലോ ഒരു പ്രൊമോട്ടറിലോ ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളത് സ്ട്രക്ചറലായിട്ടുള്ള വലിയ ഒരു റെഡ് ഫ്ലാഗാണ്. അതേപോലെ തന്നെ മിക്സഡ് അക്കൗണ്ട്, വളരെ ബേസിക് ആയിട്ടുള്ള റൂളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കമ്പനി, ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ അക്കൗണ്ട്സും
ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സും സെപ്പറേറ്റ് ആയിരിക്കണം. ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന കമ്പനിയുടെ പ്രൊപ്രൈറ്ററി ബാങ്ക് അക്കൗണ്ട്സും സെപ്പറേറ്റ് ആയിരിക്കണം. ഇങ്ങനൊരു വേർതിരിവ് ആ സ്ഥാപനത്തിലുണ്ടോ അല്ലെങ്കിൽ ഇത് നടത്തുന്ന എൻറ്റിറ്റിയിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. പരിശോധിച്ചിട്ട് കൃത്യമായിട്ട് അങ്ങനെ ഒരു വേർതിരിവില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതൊരു പോൺസി സ്കീമാണ്, തകരാനുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനമായിട്ട് ഒരു 3 റെഡ് ഫ്ലാഗ്സ് കൂടി നമ്മൾ പറയുകയാണ്. സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ റെഡ് ഫ്ലാഗ്സ്. സൊസൈറ്റിയിൽ സാമൂഹികമായിട്ട് ഇവരുടെ പബ്ലിസിറ്റി, ഇവരെങ്ങനെയാണ് ഇവരുടെ വ്യവഹാരങ്ങൾ സമൂഹത്തിൽ കൊണ്ടു നടത്തുന്നത്, അവരുപയോഗിക്കുന്ന ലാംഗ്വേജ്, അവരുപയോഗിക്കുന്ന പബ്ലിസിറ്റി മെത്തഡോളജി, ഇത് നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചില റെഡ് ഫ്ലാഗ്സ് നമുക്ക് കിട്ടും. ഒന്ന്, സ്ട്രോങ് റെഫറൽ പ്രഷർ. പ്രൊഡക്റ്റിനെ കുറിച്ച്, സേവനത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ റെഫറൻസുകളെ കുറിച്ച് സംസാരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ MLM-ലൊക്കെ കണ്ടിട്ടുണ്ടാവും. പല MLM-ലും പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് പറയും, ഇന്നതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണഗണങ്ങൾ എന്ന് പറയും. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മൊത്തം സംസാരവും പിന്നീടുള്ള സ്ട്രക്ചറിലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുടെ താഴത്ത് 2 ആൾക്കാർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ താഴത്ത് ഇങ്ങനെ പ്രൊഡക്റ്റിനെ കുറിച്ച് മറന്നു. ഏതൊരു ബിസിനസ്സിൻ്റെയും സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനമാണ്. ഈ ഉൽപ്പന്നത്തിൻ്റെ ശക്തി, ഇതിൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാനുള്ള പവർ, ഇതിനെന്താണ് USP, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്താണ്, ഇതിൻ്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ്? ഈ ഡിസ്കഷനിൽ നിന്നും റെഫറൻസിലേക്ക് പോവുകയും ആളുകളെ കൂട്ടാൻ പ്രഷറും അതുപോലെ തന്നെ അതിൻ്റെ ഘടനകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിന് ഒരു പോൺസി സ്കീമിൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത് വളരെ കോമൺ ആയിട്ട് കാണുന്നത് വിമർശകരെ അറ്റാക്ക് ചെയ്യും. ഇതിൻ്റെ ബിഹേവിയർ ആയിട്ടുള്ള ഒരു ട്രെയ്റ്റാണ്. ഒരു പ്രോപ്പർ ബിസിനസ്സിന് വിമർശകരെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം, അങ്ങനെ വിമർശകർ വെറുതെ ഉണ്ടാവില്ല. എന്നാൽ ഇതിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ശക്തമായി തിരിച്ചാക്രമിക്കുക എന്നുള്ളത് ഇത്തരം പോൺസി പ്രൊമോട്ടേഴ്സിൻ്റെ പൊതുവായ ഒരു സ്വഭാവമാണ്. ഇനി ഔട്ട്സൈഡർ ഡിസ്കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സംഗതികൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇദ്ദേഹം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറാണ്, നിങ്ങളുടെ സ്കീം അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ, ഒന്ന് പരിശോധിപ്പിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ശരിയാ ലാംഗ്വേജ്, ഇസ്ലാമികമായ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇദ്ദേഹം ഇതിൽ അഗ്രഗണ്യനായ ഒരു വ്യക്തിയാണ്, ഞാൻ അദ്ദേഹത്തോട് കൊണ്ടുപോയിട്ട് ഇതിലെ ഹറാമ ഹലാലുകളൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ എൻകറേജ് ചെയ്യൂല. അതിനെ എൻകറേജ് ചെയ്യാതെ അവരെന്ത് ചെയ്യും? അവർ ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളുടെ ബാക്കിൽ ഇന്ന ആൾക്കാരുണ്ട്, അവരാണ് ഇതിന് സംഗതി തന്നിട്ടുള്ളത്, ഇവരുടെ ഓഡിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉപദേശം ഞങ്ങൾക്കുണ്ട്, ഇന്ന ആളത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് പോൺസി സ്കീമാണ്. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു, എന്നാൽ സമയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞ ഈ 12 റെഡ് ഫ്ലാഗ്സിൽ ഒരു റൂൾ ഓഫ് തമ്പ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് യൂസ് ചെയ്യാവുന്ന റൂൾ എന്ന് പറയുന്നത് 12-ൽ 1 കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് പോസ്, നിർത്തി കൂടുതൽ അന്വേഷിക്കാനുള്ള മനസ്ഥിതി കാണിക്കുക. 12-ൽ 1 വന്നാൽ മതി എന്ത്? നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവാകണം, നിങ്ങളുടെ പൈസ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 12-ൽ 3 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 100% ഉറപ്പിക്കുക എന്താണ്? ഇതൊരു പോൺസി സ്കീമാണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് തകരാനുള്ള സ്ട്രക്ചറലി വളരെ വീക്കായിട്ടുള്ള ഒരു സ്കീമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇനിയുള്ള സെഷനുകളിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.